ഹായ് ഹലോ അപ്പം വെൽക്കം ബാക്ക് ടു എ ഫോർ അമ്മു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ആയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസും ആയിട്ടാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സ് ഈ എൻ്റെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഡസ്കി സ്കിന്നിനെ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ള കളക്ഷൻ. ഭയങ്കര വലിയ കളക്ഷനൊന്നുമല്ല, കുറച്ച് കളക്ഷനേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് അടുത്തത് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പം ഇവിടെ മിറർ കുറച്ച് സൈഡിൽ അപ്പുറത്തേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിലിപ്പം ചെറിയൊരു മിററുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം. ഇത് ഞാൻ മായച്ചിട്ട് കാണിക്കേ. ഓക്കെ, ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ എപ്പോഴും നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം അത് കുറച്ചുകൂടെ നമ്മുടെ ലിപ്പ് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും. ഒരുപാട് ഇങ്ങനെ മാറ്റൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവുമല്ലോ, അപ്പം അതാവില്ല. എനിക്കങ്ങനെ ആവാറില്ല കേട്ടോ ഇത് യൂസ് ചെയ്തതിന് ശേഷം. ഒരുപാടൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. ചിലപ്പോൾ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ മേലെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് കുറച്ചും കൂടെ ഓയിലി ആവാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആവണ്ട, കുറച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പം ആദ്യം ഞാൻ കാണിക്കുന്ന എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാനിപ്പം ഇതിപ്പം വാങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇത് ലാക്മിയുടെ ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കാണ്. ഞാൻ കൂടുതലും ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഇട്ടപ്പോഴാണെങ്കിലും എന്നോട് കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞാനിങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ ചോദിച്ചായിരുന്നു ഏതാ ഷെയ്ഡ് എന്നൊക്കെ. അപ്പം അതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ കാരണം. കാണുന്നില്ലേ, നല്ലൊരു ബ്രൈറ്റൻ ഫീൽ വന്നിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നുന്നതാണോ ഇനി? എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിടുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തോന്നും കേട്ടോ. നല്ല കളറല്ലേ? ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊരു ബ്രൈറ്റ് ആയ പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒന്നാണ്. ഇത് ലാക്മിയുടെ ഓക്കെ, ഇത് ലാക്മിയുടെ പ്രൈമർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് MR4 ഡീപ്പ് മെറൂൺ, അതാട്ടോ ഷെയ്ഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതെനിക്ക് അങ്ങനെ വെള്ളം കൊണ്ടൊന്ന് പോക്കിയാലോ അല്ലെങ്കിൽ ജസ്റ്റ് സോപ്പ് ഇട്ട് കഴുകിയാലോ ഒന്നും പോവില്ല. ഒന്നെങ്കിൽ നിങ്ങൾ മേക്കപ്പ് റിമൂവൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് റിമൂവലൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ പുറത്ത് പോയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിത് ക്ലിയർ ചെയ്യാറ്. അപ്പം അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഇത് കംപ്ലീറ്റ് പോകാറുള്ളൂ. അത്രയും ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 500-600 ഉള്ളിലേ ഉള്ളൂ കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വില. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. കണ്ടോ പോവാത്തത്? പോവില്ല, ഇത് നല്ല പണിയാണ് പോവാൻ. അപ്പം ഞാനിത് റിമൂവ് ചെയ്തിട്ട് വരാം. ആ ലിപ്സ്റ്റിക്ക് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ പോവാൻ. അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതും 199 അങ്ങനെ എത്രയേ ഉള്ളൂ, വലിയ പൈസയൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണേലും വാങ്ങാം. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഇട്ടിട്ട് കാണിക്കേ.
ഓക്കെ, നല്ല ഷെയ്ഡല്ലേ ഇത്? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡാണ്. കുറച്ച് ഡാർക്കാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡസ്കി സ്കിന്നിന് നല്ലതായിരിക്കും. കുറച്ചുകൂടെ ഒരു ബ്രൈറ്റൻ ചെയ്ത് നിൽക്കും, കുറച്ച് അങ്ങനെ നിൽക്കും. നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നുന്നു. അയ്യോ, എൻ്റെ പല്ലിലൊക്കെ ആയി. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നു ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി. ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു കളറാണ് അല്ലേ? ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ കളറ്, കോളേജിൽ പോകുമ്പോഴാണെങ്കിലും ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഓക്കെ മാറ്റ് ലേറ്റ് നൈറ്റ് B04 ആട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ലിപ്സ്റ്റിക്ക് കാണിക്കാം. നിങ്ങൾ ഇങ്ങനെയൊന്നും ഇടരുത്. ഞാനതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നല്ല രീതിയിൽ ഇത് റിമൂവ് ചെയ്ത് കളയണം. മാത്രമല്ല അതിനുശേഷം എന്താ ഞാൻ പറഞ്ഞ പോലെ ലിപ് ബാം യൂസ് ചെയ്യണം കേട്ടോ. ഇതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ തുടച്ചു കൊടുത്താലേ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ലോങ് ലാസ്റ്റിംഗ് അല്ലാന്ന്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഓക്കെ, ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കളറ് കാണിക്കുന്നത്. ഓക്കെ, ഇതും ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം കാണിച്ച കളറില്ലേ, അതാണോ ചോദിച്ചാൽ അല്ല, പക്ഷേ ഏകദേശം എവിടേക്കോ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് കംപ്ലീറ്റ്ലി അല്ല കേട്ടോ. മറ്റേ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര ഇഷ്ടം എനിക്ക് ആ കളർ. അപ്പോൾ ഇതും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കേ. നിങ്ങൾ പേടിക്കണ്ട, ഇപ്പോൾ കാണുമ്പോൾ എന്താ പോലെ തോന്നും. ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ സെറ്റാകും കേട്ടോ. ഇത് മാറ്റ് ആയതുകൊണ്ട് ഉള്ള ആ ഒരു ഇതില്ലേ, അതാ ഒരു ക്ലോസിയോ അല്ലേ തോന്നുന്നേ. പക്ഷെ റെഡിയാവും. ഇട്ട് കഴിഞ്ഞാൽ രസമുണ്ടാവും. കൊള്ളാം അല്ലേ? ഇപ്പം നോക്കിയേ, ഇതാണെങ്കിൽ നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാവുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് വരുന്നത് സ്റ്റുഡിയോടെയാണ്. ഇതിൻ്റെത് വരുന്ന മാറ്റ് ഫാബുലസ് BR02 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതൊക്കെ ഡെയിലി വെയറിന് പറ്റുന്ന ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കിടാം. പിന്നെ ഭയങ്കര അഫോർഡബിളാണ്. സ്റ്റുഡിയോ ഓൾറെഡി അഫോർഡബിൾ ആണല്ലോ. അപ്പം അവരുടെ പ്രോഡക്റ്റ്സൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പെട്ടെന്നൊന്നും അങ്ങനെ പോകാറില്ല. ഓക്കെ, ഇനി ഞാൻ വേറെ എൻ്റെ ഇടയിലുള്ള അടുത്ത ഷെയ്ഡ് ഞാൻ കാണിക്കാം. ഞാനിത് റിമൂവ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ കുറേ ടൈം പോകും. അപ്പം നമുക്ക് അടുത്ത ഷെയ്ഡ് കാണാം കേട്ടോ. അടുത്ത ഷെയ്ഡ് എനിക്ക് കൂടുതലും ഇഷ്ടം മാറ്റ് ഫിനിഷാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ബുള്ളറ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് എനിക്ക് എൻ്റെ ശ്രീ വാങ്ങി തന്നേന്ന്, അതുകൊണ്ട് ഞാൻ അടുത്ത് കളഞ്ഞൊന്നുമില്ല. പക്ഷേ ഈ കളർ എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കിത് ലാസ്റ്റ് ചെയ്യാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. പിന്നെ മാത്രമല്ല ഇതെനിക്ക് യൂസ് ചെയ്യുമ്പം കുറച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാൻ. എനിക്ക് ലിക്വിഡാണ് കുറച്ചുകൂടെ, അതിൻ്റെ ആ ബ്രഷൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതെന്തായാലും ഈ കളർ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാനിത് എന്തായാലും കാണിക്കാം നിങ്ങൾക്ക്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ. ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ വാങ്ങാം. ഇതും നല്ലൊരു കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ബുള്ളറ്റ് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇത് വരുന്നത്, അയ്യോ ഇത് ഏതിൻ്റെ ആയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം കേട്ടോ. മെറൂൺ ലവ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ മെറൂൺ ലവ് എന്നാണ് ഇതിൻ്റെ, മെറൂൺ ലവ് 06 ആണ് ഇതിൻ്റെ കോഡ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ലാക്മേയുടെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ചോദിച്ചാൽ മതി, ഞാനത് നോക്കിയിട്ട്, അതായത് ഓർഡർ ചെയ്തിട്ടുള്ള ഉണ്ടാവുമല്ലോ, ലിങ്ക് ഉണ്ടാവുമല്ലോ, അപ്പം ഞാനത് നോക്കിയിട്ട് എന്തായാലും പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പം ഇതും വലിയ കുഴപ്പമില്ല. അതായത് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ചേരുന്നൊരു കളറാണ്. ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ഇട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കനായിട്ട് ഇടാം. അപ്പം ഇത് പക്ഷെ അത്ര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് പോകും ചിലപ്പോൾ, എനിക്കറിയില്ല, ഞാൻ കൂടുതലും മാറ്റ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് കാണാം. ഓക്കെ, ഞാൻ അപ്പം ഇത് റിമൂവ് ചെയ്യട്ടെ. പോയില്ലേ? അപ്പോൾ ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ കാണിക്കാം. ഇത് ഷുഗറിൻ്റെ ആണ് കേട്ടോ. ഇത് കുറച്ച് ഡാർക്കനാണ്. ഇതെനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക, പാർട്ടി ലുക്കൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പം ഈ ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡെയിലി യൂസിനത് പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചങ്ങ് എടുത്ത് കാണിക്കുന്ന പോലെ തോന്നും. പക്ഷെ നൈറ്റ് നമ്മളൊരു ഫങ്ഷന് പോവുകയാണ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നല്ല ബ്ലാക്ക് സാരി, അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു കുറച്ച് നല്ല ലൈറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഡെയിലി വെയർ ആയിട്ട് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഞാനിത് എന്തായാലും അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. പെട്ടെന്ന് ഇത് അതുപോലെ തന്നെ നമ്മൾ ഇടുമ്പോഴത്തേക്കും അങ്ങ് ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ പെട്ടെന്ന് ഇടണം. അപ്പം ഞാൻ സംസാരിക്കുന്നില്ല, പെട്ടെന്ന് ഇടാം. വേറെ കളറല്ലേ? ഞാൻ ആക്ച്വലി ഇത് വാങ്ങുമ്പം ഇത് വിചാരിച്ചിട്ടല്ല ഞാൻ വാങ്ങിയത്. കുറച്ചൊന്ന് എനിക്ക് എന്താ പറയുക, പണി വാളിപ്പോയ ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത്. പക്ഷെ ഇത് രാത്രി ഇട്ടാൽ രസമുണ്ടാവും. ഇപ്പം എനിക്കൊന്ന് ഇപ്പം ഈ ഒരു ഡ്രസ്സിൽ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു രാത്രി ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. കണ്ടോ, വലിയ കുഴപ്പമില്ല എന്നേ ഉള്ളൂ. പക്ഷെ രാത്രി ഇട്ടാൽ നല്ലതായിരിക്കും. രാത്രി നിങ്ങൾ നല്ല ബ്ലാക്ക് സാരി, അപ്പം അങ്ങനത്തെ കുറച്ച് ഡാർക്കനായിട്ടുള്ള സാരീസ്, അപ്പം അങ്ങനെയൊക്കെ ഇടുമ്പം കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ, നല്ല ലൈറ്റുള്ള സ്ഥലത്ത്. അപ്പോൾ അതെന്തായാലും നല്ലതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്താ പറയുക, വാങ്ങിയാൽ മതി. ഞാൻ ഒരുപാടങ്ങ് നിർബന്ധിപ്പിക്കില്ല. കാരണം കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള കളേഴ്സൊക്കെ കാണിച്ചല്ലോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാട്ടോ ഞാനിത് കാണിച്ചത്. പക്ഷെ ഇത് നല്ലതാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒക്കെയാണ്. നൈറ്റ് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റൂന്ന് എനിക്ക് തോന്നുന്നു, നൈറ്റ് ഫങ്ഷന്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഷുഗറിൻ്റെ 05 റെഡ് ബലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കളക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ലിപ്സ്റ്റിക്കിൻ്റെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലെന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.